ഞാൻ വെറുതെ ബാങ്കിൽ ഒപ്പിട്ട് കളിക്കാറില്ല, വേറെ പണിയൊന്നുമില്ലല്ലോ എനിക്ക്. ഇതെന്താ സീരിയസ്? എന്ത് പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട് വഴി സൈറ്റ് നടന്നുകൊണ്ടിരിക്കലടാ. പൂച്ചെല്ലാം കഴിഞ്ഞു. ഈ ഇലക്ട്രീഷ്യന്മാരെ ഒന്ന് പൈപ്പ് വലിക്കാൻ വേണ്ടി ഹോൾ അടിച്ചിട്ട് അത് അടച്ച് പൂച്ചയല്ലാതെ പെയിന്റ് തുടങ്ങാൻ പറ്റും. ഇനിയിപ്പോ മഴയൊക്കെ വരാൻ നേരത്തെ കൂട്ടി പെയിന്റ് അടിച്ച് പാലയച്ച് കയറാനുള്ളതല്ലേ, അതേ ഓർഡർ എന്നെ ചീത്ത കളിക്കൂലേ. ഇവിടെ വീടിന്റെ മുറ്റത്ത് മണി ഒരുപാട് കിടക്കുകയാണ്. ഒരു മേശിരി ഇവിടെ നവാസിന് പോകാൻ പറയാൻ കേൾക്കില്ല. ഇനി ഞാൻ തന്നെ മേശിരി കൂടെ പോയിട്ട് വരും. ഇങ്ങനെ അച്ഛനെ കൊണ്ടുപോകും മേശിരി. എന്ത് കൊണ്ടുപോയത്? ഇവിടെ താഴെ തന്നെ മോളിൽ തന്നെ കളിക്കണോണ്ടാ പാല്. എല്ലാ കളികളിലും നഷ്ടം എനിക്ക് മാത്രം. ഇത് എന്നെ പോലെ ജീരിയസ് ആയിട്ട് ആൾക്കാരുടെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ നഷ്ടങ്ങളും ദുഃഖങ്ങളൊക്കെ വരും. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ എന്റെ പേരനോടൊപ്പം നിന്റെ പേരും വരും. അയ്യോ, ഈ ജീനസിന്റെ ഒപ്പം ജീവിച്ചപ്പോഴുള്ള ചീത്തപ്പേര് കാലാകാലമായാലും മാറില്ല ദൈവമേ. അതും സഹിക്കണം. എന്താ കിടക്കുന്നത്? പോടാ. കത്തി കത്തി കണ്ട് അതിനെടുക്ക് ഏതെങ്കിലും. അച്ഛന്റെ കാര്യം പറഞ്ഞ ഒരു മൂല കണക്കിന് രസം തന്നെ കേട്ടാ. ബഹുരസം. എന്താ വിഷയം? എന്ത് വിഷയം? അച്ഛൻ ജോലിക്കാരും പറഞ്ഞ് ഫോണിൽ കൂടെ ഒടുക്കത്തെ ഒച്ച ബഹളാ. അതെ, അച്ഛന്റെ വീരവാദം കുറച്ചിലുണ്ടല്ലോ, അതൊട്ടും സഹിക്കാൻ പറ്റില്ല. അതിനങ്ങനെയാണല്ലോ അമ്മ. അച്ഛൻ പറയുന്നതിൽ 40% കാര്യങ്ങൾ സത്യവും ബാക്കി മൊത്തം തള്ളാണ്. പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ കേക്കോ കേൾക്കാതിരിക്കോ അച്ഛൻ ഇങ്ങനെ തള്ളിക്കൊണ്ടേ. അല്ല, ചില ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞ എന്റെ പൊന്നു അവരെ തള്ളു സഹിക്കാൻ പറ്റില്ല. അതെ, എനിക്ക് അറിയാതെ കക്ഷിയുണ്ട്, ഭയങ്കര തള്ളാണ്. പുള്ളി മോനെ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ പുള്ളിയാണ് ഈ കണ്ടിടത്തോറും കുഴിച്ചു അറബി കുറെ എണ്ണയൊക്കെ ഉണ്ടായിക്കോളും. അല്ല, കക്ഷിയുടെ മോനാണ്, കക്ഷിയുടെ പറഞ്ഞാണ്. പിന്നെ ഈ കടലിൽ കപ്പൽ സ്റ്റക്കായിരിക്കും, പുള്ളി കരയിൽ നിറങ്ങി തള്ളിക്കൊടുക്കും. പുള്ളി കുഴിപ്പള്ളത്തുകാരനാണെന്ന് പറഞ്ഞിട്ട്. ആ കക്ഷിയുടെ മോൻ എന്റെ ഭർത്താവ് അല്ലേ? എന്തിനാ അച്ഛൻ കുഴിപ്പള്ളത്തുള്ളവരെ വിളിക്കണേ? ഞാൻ അതിന് മാത്രം അച്ഛൻ എന്തെങ്കിലും പറഞ്ഞില്ലല്ലോ. നിനക്ക് എന്നെ ഇഷ്ടമില്ല, അതെന്റെ കാര്യം. അച്ഛന് എന്നെയാണ് ഇഷ്ടമല്ലാത്തത്. എനിക്കിത് നിനക്കാണ് ഇഷ്ടമല്ല. ജോലിക്ക് പോകാൻ നോക്ക്. ഇപ്പൊ ആരെങ്കിലും നടക്കുന്നത് ഇപ്പൊ ഇവിടെ ചോരപ്പുഴക്കും. എന്തായാലും ഒരു കാര്യം ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് പറയാവുന്നതാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ലച്ചു ചേച്ചി അച്ഛനെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരു അവസരവും ഇടാറ്. ഇതുകൊണ്ടാണ് നിനക്ക് ഞാൻ ആ ഓമനപ്പേരിട്ടത്. മറ്റേ ആ പേര് വേണമെങ്കിൽ ചേച്ചി അതേ വിളിച്ചാൽ അങ്ങനെ ഒറ്റ തന്നാണ്ടല്ലേ കേശുവേ? എന്തിനാ ഒന്നിലേക്കാവുന്ന നിന്റെ അളിയനല്ലേടാ, നിന്റെ മൂത്ത ചേട്ടന്റെ സ്ഥലമല്ല, അങ്ങനെയൊക്കെ പറയാമോ നിനക്ക്? ഞാൻ ജസ്റ്റ് അച്ഛൻ മക്കളെ ലച്ചു, നീ ഇടയ്ക്കിടയ്ക്ക് അവന് അച്ഛേ ആ വാക്ക് നീ വിളിക്കുന്നുണ്ട്. അപ്പൊ അത് വിഷമമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ വാക്ക് നീ നിന്റെ ഭർത്താവിനെ വിളിച്ചെന്നോ പറഞ്ഞത്. അതിനെ അവൻ അതിന്